ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ കുഴിമന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ചിക്കൻ കുഴിമന്തി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, കാരണം ഇത് കുഴിയൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയ കുഴിമന്തിയാണ്. കുഴിമന്തി അല്ല, മന്തി. അപ്പോൾ ഞാനിതിന് മുമ്പ് പ്രഷർ കുക്കറിൽ ചിക്കൻ കുഴിമന്തി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുള്ള റെസിപ്പി ആയിരുന്നു അത്. അപ്പോൾ അന്ന് എന്നോട് ഒരുപാട് പേര് ചോദിക്കണം, ഇപ്പോഴും കമൻറ്റ് വരാറുണ്ട് കുക്കറില്ലാതെ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഈ റെസിപ്പി ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, ഒരു കുട്ടി എന്നോട് എപ്പോഴും റൈസൊക്കെ ഇടുമ്പോൾ ചോദിക്കാറുണ്ട് ഇതെവിടെ നിന്നാണ് പഠിച്ചത് എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ റൈസ് എങ്ങനെയാണ് പഠിച്ചത് എന്നുള്ളൊരു സ്റ്റോറി പറയാം. നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ നേഹ ഫുഡ് സ്റ്റോറീസ് എന്നല്ലേ. അപ്പോൾ ഈ റൈസ് ഉണ്ടാക്കിയതിൻ്റെ പിന്നിലൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ. അതിപ്പോൾ ഏകദേശം ഒരു മാസം മുമ്പ് ഞാനൊരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇതുപോലെ ഒരു ചിക്കൻ മന്തി ആയിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ നല്ല ടേസ്റ്റ്, പിന്നെ റൈസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ എന്താ പറയുക, ഒത്തിരി ഫ്ലേവറൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഈ മന്തി ഉണ്ടാക്കിയ ആളോട് പോയി ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു തന്ന റെസിപ്പിയാണ് ഇപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെയാണ്. എന്നാൽ ബിരിയാണിയിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ. അതിന് ഒത്തിരി ഇൻഗ്രീഡിയൻസ് വേണ്ടാന്ന് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. പിന്നെ ചിക്കൻ പൊരിക്കണം കേട്ടോ, പൊരിച്ചിട്ടാണ് നമ്മളിത് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളിനി വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണെങ്കിലും നല്ല ടേസ്റ്റാണ്, പിന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഈ ചിക്കൻ കുഴിമന്തിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കണ്ടാലോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മന്തി റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണിക്ക് കട്ട് ചെയ്യുന്ന പോലെ വലിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആവുന്നതിന് വേണ്ടി ഞാനൊരു അരമണിക്കൂർ നേരം ഒരു 1/2 കപ്പ് തൈരിൽ ഈ ചിക്കൻ ഇട്ട് വെച്ചതിന് ശേഷം കഴുകിയെടുത്തതാണ്. അപ്പോൾ നമുക്കിനി ഇത് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർക്കണം. പിന്നെ 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ മാത്രമേ ഇതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒക്കെ ചേർക്കുന്നുള്ളൂ. പിന്നെ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ മുളക് പൊടിയുടെ കളർ തന്നെ നമ്മുടെ റൈസിനും ചിക്കനും കിട്ടിക്കോളും. പിന്നെ ചിക്കൻ മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് 1 മതി നമുക്ക്. അതൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കണം. കൈ കൊണ്ട് തന്നെ ഒന്നിങ്ങനെ പൊടിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചെടുക്കുമല്ലോ, അതിൻ്റെ കൂട്ടത്തിലിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുത്താലും മതി. പിന്നെ ഇതിലേക്ക് മന്തി മസാല വേണം. ഞാനിപ്പോൾ ഇവിടെ പാക്കറ്റ് മന്തി മസാല വാങ്ങിയതുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ചേർക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മന്തി മസാല ചേർത്താലും മതി. ഞാൻ 2 ടീസ്പൂൺ മന്തി മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിത് 1 മണിക്കൂർ നേരത്തേക്കൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനിയിപ്പോൾ രാത്രി ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം രാവിലെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷെ നമുക്ക് അത്രയൊന്നും ടൈം കിട്ടില്ലല്ലോ. അപ്പോൾ ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. 1 മണിക്കൂറിന് ശേഷം വേണം അത് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ നമുക്ക് വേണ്ടത് ബസ്മതി റൈസാണ്. ഞാനിവിടെ വൈറ്റ് സെല്ല ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് ബസ്മതി സെല്ല റൈസ്. അപ്പോൾ വെള്ള റൈസ് തന്നെ നോക്കിയെടുക്കുക, ബ്രൗൺ കളറുള്ള റൈസ് എടുക്കരുത്. അപ്പോൾ ഈ റൈസ് തന്നെ നോക്കി എടുക്കണം കേട്ടോ. എന്നാലേ മാത്രമേ നമ്മുടെ മന്തി റൈസ് നന്നായിട്ട് കിട്ടുള്ളൂ, നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിത് കഴുകി എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 മണിക്കൂർ നേരത്തേക്കാണ് കേട്ടോ അത് കുതിർത്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് 1 മണിക്കൂറിന് ശേഷം വേണത് വേവിച്ചെടുക്കാൻ. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഓയിൽ തിളപ്പിച്ചിട്ടുണ്ട്, അതിലോട്ട് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഓയിൽ തന്നെ പിന്നെ നമുക്ക് റൈസിന് വേണ്ടിയിട്ടും എടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഈ എണ്ണയിലോട്ട് ഇതിൻ്റെ റെഡ് കളർ ഇറങ്ങും. അപ്പോൾ നമ്മുടെ റൈസിനും തന്നെ ആ റെഡ് കളർ കിട്ടും. പ്രത്യേകിച്ച് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചിക്കനൊക്കെ ഇപ്പോൾ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം.
ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 ബാച്ചായിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു 1/4 വേവാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് ഫ്രൈ ആവാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ റൈസും ചിക്കനൊക്കെ ഒന്ന് ദം ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ള വേവൊക്കെ ദം ചെയ്യുമ്പോൾ ആയിക്കോളും. അപ്പോൾ ശരിക്കുമുള്ള ചിക്കൻ കുഴിമന്തി ഇങ്ങനെയൊന്നും അല്ലാട്ട് ഉണ്ടാക്കുക. നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു മന്തി റൈസാണിത്. മന്തിയുടെ ഒരു ഫ്ലേവറും കിട്ടും ഇതിന്. അപ്പോൾ റൈസ് വേവിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. അപ്പോൾ റൈസ് ഒട്ടിപ്പിടിക്കാതെ കിട്ടും. പിന്നെ നല്ല സോഫ്റ്റും ആവും കേട്ടോ നമ്മൾ ഓയിൽ ചേർത്തിട്ട് റൈസൊക്കെ വേവിക്കുകയാണെങ്കിൽ. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ റൈസ് വേവിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് സ്പൈസസ് ചേർക്കണം. അപ്പോൾ ഞാനിവിടെ 10 ഏലക്ക, 10 ഗ്രാമ്പു, പിന്നെ ചിക്കൻ മാഗി ക്യൂബിൻ്റെ ഒരു ക്യൂബും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉണക്ക നാരങ്ങ, 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ 1 മണിക്കൂർ കുതിർത്താൻ വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 വേവാവുന്നത് വരെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഫുള്ള് വേവാവുന്നത് വരെ വെയിറ്റ് ചെയ്യണ്ട, കാരണം നമുക്ക് ഇനി ദം ഇടാനുള്ളതാണ്. അപ്പോൾ 1/4 വേവാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അടച്ചു വെക്കൊന്നും വേണ്ട കേട്ടോ, തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതി. നമ്മൾ 1 മണിക്കൂർ കുതിർത്തത് കാരണം തന്നെ പെട്ടെന്ന് വെന്ത് വന്നോളൂ റൈസ്. അപ്പോൾ നമ്മൾ റൈസ് വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം 1/4 വേവാവുന്നത് വരെ മാത്രം വേവിച്ചെടുത്താൽ മതി. പിന്നെ നമുക്കത് ദം ചെയ്യാനുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ള വേവൊക്കെ ആയിക്കോളും. അപ്പോൾ റൈസ് ഇപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്രയും മതി. ഇനിയിപ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കാം. അപ്പോൾ നല്ല വൈറ്റ് കളറിൽ തന്നെയാണ് റൈസ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് വൈറ്റ് ബസ്മതി റൈസ് എടുക്കാൻ പറഞ്ഞത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ദം ചെയ്യുന്ന പാനിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കണം. ഇതിപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ റെഡ് കളർ കിട്ടിയിട്ടുള്ളത്. നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. കാശ്മീരി റെഡ് ചില്ലി പൗഡറിൻ്റെ ഒരു കളറാണ് ഇപ്പോൾ ഇതിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഓയിൽ ഇനി പാനിലോട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസിൽ നിന്ന് പകുതി ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ചിക്കൻ നല്ല സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് നമ്മൾ തൈരിലിട്ട് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചിക്കൻ നല്ല ഹാർഡായി മാറും. അപ്പം ചിക്കൻ നല്ല സോഫ്റ്റായാൽ മാത്രമേ നമ്മുടെ ചിക്കൻ കുഴിമന്തി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ബാക്കിയുള്ള റൈസും കൂടി ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് റൈസ് പാനിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളത്തോട് കൂടി വേണം ഇട്ട് കൊടുക്കാൻ. നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ദം ചെയ്ത് കഴിയുമ്പോൾ റൈസ് ഡ്രൈ ആയി മാറും. ഇനിയിപ്പോൾ വെള്ളത്തോട് കൂടി ഊറ്റിയെടുക്കാൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ദം ചെയ്യുന്നതിന് മുമ്പ് ഇതിലോട്ട് റൈസ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതിൽ നിന്ന് 1/2 കപ്പ് വെള്ളം ചേർക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ദം ചെയ്ത് കഴിയുമ്പോൾ റൈസൊക്കെ ഡ്രൈ ആയി മാറും. ഇതിൻ്റെ മുകളിലേക്ക് 1/4 കപ്പ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്മോക്കിംഗ് ഫ്ലേവർ കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് ഒരു പാത്രത്തിലോട്ട് 2 ചിരട്ട കത്തിച്ചിട്ട് കനലാക്കിയിട്ട് ഇതിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മോക്കിംഗ് ഫ്ലേവർ കിട്ടും. ഞാനിപ്പോൾ സ്മോക്കിംഗ് ഫ്ലേവർ കൊടുക്കുന്നില്ല, ഐക്കൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സ്മോക്കിംഗ് ഫ്ലേവർ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സിൽവർ ഫോയിൽ പേപ്പർ വെച്ചത് കവർ ചെയ്തിട്ടുണ്ട് ആവി പുറത്ത് പോകാതിരിക്കാൻ. പിന്നെ അതിൻ്റെ ലിഡ് വെച്ചിട്ട് മൂടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ ഇത്രയും സമയം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാതെയാണ് ഇപ്പോൾ ഇതെല്ലാം ചെയ്തത്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ പാൻ ഇതിലോട്ട് വെച്ച് കൊടുക്കാൻ. ഇനി ഒരു 25 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ദം ചെയ്തെടുക്കണം. അപ്പോൾ 25 മിനിറ്റ് സമയം കഴിയുമ്പോഴേക്കും നമ്മുടെ റൈസും ചിക്കനൊക്കെ വെന്തിട്ട് നല്ല സോഫ്റ്റായി വരും. അപ്പോൾ റൈസ് നമ്മൾ ഇതിലോട്ട് ചേർക്കുമ്പോൾ വെള്ളത്തോട് കൂടി ചേർക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ദം ചെയ്യുന്നതിന് മുമ്പ് റൈസ് വേവിച്ച വെള്ളത്തിൽ നിന്നും 1/2 കപ്പ് വെള്ളം ചേർക്കണം കേട്ടോ. അല്ലെങ്കിൽ റൈസ് സോഫ്റ്റായി കിട്ടില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ റൈസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ. പിന്നെ നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ നല്ല റെഡ് കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ചിക്കനും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ചിക്കൻ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അരമണിക്കൂറെങ്കിലും തൈരിലിട്ട് വെക്കണം. അല്ലെങ്കിൽ നമ്മുടെ മന്തി കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് റെഡ് കളറിലും കുറച്ച് വൈറ്റ് കളറിലും ആയിട്ടാണ് നമ്മുടെ റൈസ് ഇരിക്കുക. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എല്ലാ റൈസും ഒരുപോലെ റെഡ് കളറിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നല്ലൊരു അടിപൊളി മന്തി റൈസ് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ചിക്കൻ മന്തി റൈസ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഗാർലിക് മയോണൈസും ടൊമാറ്റോ ചട്നിയും കൂട്ടിയിട്ട് വേണം അത് കഴിക്കാൻ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നാളെ മറ്റൊരു അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്